അവിടെ കാണാൻ കുളം. ഈ മഞ്ഞച്ചോല പള്ളിയുടെ അടിയിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. അത് കാരണം കുട എടുക്കേണ്ടി വന്നു. ഒരു കയ്യിൽ കൊടി, ഒരു കയ്യിൽ ക്യാമറയും കരുതണം. ഉച്ചയ്ക്ക് മുമ്പാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അത് കാരണം വലിയ പിള്ളേരൊന്നും എത്തിയിട്ടില്ല. ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമേ കുളിക്കുന്നുള്ളൂ. ഉച്ചൻ്റെ ദിവസം കൂടുതൽ ആളുകൾ എത്തും കുളത്തിൽ കുളിക്കാനെന്ന് ഇവിടുത്തെ കുറച്ച് വലിപ്പമുള്ള പിള്ളേർ പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എടുത്തിട്ട് എസ്കേപ്പ് ആവാം. കുളി തകൃതിയിൽ നടക്കുന്നുണ്ട്. കുളം നിറച്ച് വെള്ളമുണ്ട്. അപ്പുറത്ത് പള്ളിയും പുറത്ത് കുളവും. അപ്പോൾ ഏതാണ്ട് വെള്ളം ക്ലിയറാണ്, നല്ല ക്ലിയറാണ് വെള്ളം. ആ തുടർന്നുള്ള കാഴ്ചകൾ കാണാം. കൽപ്പഞ്ചേരി താഴങ്ങാടിയിൽ നിന്നും നമ്മൾ മഞ്ഞച്ചോല പോകുന്ന വഴിയിലാണ് ഈ കുളം ഉള്ളത്. ഇതുവഴി വെള്ളം ഒഴുകി പോകുന്നുണ്ട്. കുളം ഒഴുകുന്നുണ്ട്. അടിഭാഗം കണ്ണ് കുറച്ച് അടി കാണുന്നുണ്ട്. ഇത് തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ കൂടി വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ വെള്ളം കുറച്ചും കൂടി താഴേക്ക് പോയാൽ അവിടെ ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറുകയാണ്. വലിയ വെള്ളച്ചാട്ടമല്ല എങ്കിലും ചെറിയ വെള്ളച്ചാട്ടം എങ്കിലും നമുക്ക് കണ്ടാസ്വദിക്കാൻ വേണ്ടിയുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളാണ് നമ്മളെ കൊണ്ട് അവിടെ കാണിച്ചു തന്നത്. നമുക്കറിയില്ലായിരുന്നു ഈ കുഞ്ഞുങ്ങളാണ്. ഇവർ പിന്നെ വേറെ 2 പേരും ഉണ്ട്. അവർ 3 പേരും കൂടിയാണ് താഴെ കൊണ്ട് കാണിച്ചത്. ഇവിടെ വെള്ളച്ചാട്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നല്ല എൻജോയിലാണ്. കുളത്തിൽ കുളിയും അതേപോലെ തന്നെ ഈ മഴക്കാലത്ത് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിൽ പെട്ടതാണ് അവർ. നല്ല സ്മാർട്ട് പിള്ളേരായിരുന്നു. അപ്പോൾ നമുക്കെല്ലാ ഹെൽപ്പും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതവർ 3 പേരാണ്. നമുക്കെല്ലാ ഹെൽപ്പും ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ നാടിൻ്റെ പരിസരം വെച്ച് നമുക്കറിയില്ല. നമ്മളതൊന്നും പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അത് കാരണം നമുക്കറിയില്ല. ഇത് നമ്മുടെ ബാക്കിലുള്ള കൽപ്പഞ്ചേരി മഞ്ഞച്ചോല വെള്ളച്ചാട്ടം. മഞ്ഞച്ചോല പള്ളിയുടെ നേരെ ബാക്കിൽ വെള്ളച്ചാട്ടമാണ്. ഈ കുഞ്ഞുങ്ങളാണ് നമുക്കിത് കാണിച്ചു തന്നത്. വെള്ളത്തിന് നല്ല ഫോഴ്സുണ്ട്. കണ്ടുപോലല്ല. തൊട്ടടുത്ത് പോയിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ അറിയില്ല. ഇവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. കാലിൻ്റെ അടി കൂടി വെള്ളം വെച്ചിട്ട് പിന്നെ ചെറിയ പാറകളാണ്. വഴുക്കാനുള്ള സാധ്യതയുണ്ട്. കുഴപ്പമില്ല. കണ്ട് രസിക്കാനും ആസ്വദിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതിങ്ങനെ പോയി അങ്ങ് താഴേക്ക് ഒഴുകി പോവുകയാണ്. പക്ഷെ നല്ല മഴ വേണം. നല്ല വെള്ളം ഒന്നെങ്കിൽ നല്ല വെള്ളം സ്റ്റാർട്ട് ഉണ്ടാവുകയുള്ളൂ. പള്ളിൻ്റെ സൈഡിൽ കൂടിയാണ് വരുന്നത്. ഈ സൈഡിൽ കൂടി വന്നിട്ട് ഇവിടെ ഒരു വഴിയുണ്ട്. ഈ വഴി ഇങ്ങനെ പോകുന്നതാണ്. ഈ ബോർഡിൻ്റെ അടുത്ത് കൂടി പോകുന്ന വഴി. അങ്ങനെ വെള്ളച്ചാട്ടം നല്ല മഴയുള്ള സമയത്ത് വരണം. എങ്കിൽ മാത്രമേ നല്ലപോലെ വെള്ളം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടുന്ന് എസ്കേപ്പ് ആവാം. നമ്മുടെ ടൈം ഇവിടെ കഴിഞ്ഞു. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമോ? നമ്മളെ കൂടെ തുടരുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും മറ്റൊരു സമയത്ത് നമ്മുടെ നാടിൻ്റെ പരിസരത്തുള്ള വെള്ളച്ചാട്ടം അല്ലെങ്കിൽ കുളമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവരാണ് കൊണ്ടേ കാണിച്ചു തന്നത്. പരിസര പ്രദേശത്തെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു സമയത്ത്. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.